ആ CPM-നെ CPM ആക്കി ആ പാർട്ടിയെ നിലനിർത്തിയത് ആന്റണി രാജു സാറായിരുന്നു. അതിൻ്റെ ഒരു നന്ദി പോലും അവർ കാണിച്ചില്ല. അപ്പം ആന്റണി രാജു സാറ് നിൽക്കാൻ പറ്റാത്ത ഒരു മണ്ഡലത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തടത്ത് വേറെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് വേറെ ഒരാളും നിൽക്കുകയും വേണ്ട. ഒരു സ്വതന്ത്ര പിന്തുണ കൊടുത്താലും ശരി, ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ഒരാൾ തന്നെ നിൽക്കണ്ട എന്നുള്ളത് ആന്റണി രാജു സാർ എടുത്ത ഒരു നിലപാടായിരുന്നു. അതുകൊണ്ട് ആ സീറ്റ് കൊണ്ടുവന്ന് CPM-ൻ്റെ കാൽക്കൽ വെച്ചിട്ട് സംഭാഷണം മാപ്പ് പറഞ്ഞ് എന്നെ ഈ കേസിൽ നിന്ന് ഊരിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, പക്ഷെ ഞങ്ങളാരും ഇനി LDF-നകത്ത് നിൽക്കത്തില്ല. LDF-ൻ്റെ സ്ഥാനാർത്ഥി എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഞങ്ങൾ പോയി പരാജയപ്പെടുത്താനുള്ള ശ്രമമേ നടത്തത്തുള്ളൂ. ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നോക്കും LDF-ൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ പരാജയപ്പെടുത്താൻ. അല്ലാതെ ഞങ്ങൾ ഇനി LDF കടിച്ചു തൂങ്ങിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തിനു വേണ്ടി നിൽക്കേണ്ടത്? ഒരു കാര്യവുമില്ല, നിൽക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമ്മളെ രാജസാറിൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. രാജസാർ ഒരു ജില്ലാ പ്രസിഡൻ്റാണ്. ആ ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ പാർട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം വളർത്തിയെടുക്കാഞ്ഞത് ഭാഗ്യമായി. എന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ തല ചടിപ്പറിക്കുമായിരുന്നു. അവരെല്ലാവരും കൊണ്ടുവന്ന് ബലിയാടാക്കിയെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വിരലിലെണ്ണാവുന്ന നേതാക്കന്മാരേ ഉള്ളൂ ജനാധിപത്യ കേരള കോൺഗ്രസ് കൊല്ലത്തുള്ളത്. നമുക്കൊരു തീരുമാനം എടുത്താൽ നമ്മൾ ഏത് പാർട്ടിയിൽ ഇനി നിൽക്കണമെന്ന്. ഒരു MLA ഉള്ള ഒരു പാർട്ടിയിൽ നിങ്ങൾ ആരും ഇനി പോയി നിൽക്കരുത്. നമുക്കാകെ കിട്ടുന്ന ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു കൃഷി ഓഫീസിലോ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഓഫീസിലോ ഹോസ്പിറ്റലിലോ ഒക്കെ ഒരു കമ്മിറ്റിയിൽ ഒരു അംഗമായിരിക്കുക എന്നുള്ളതാണ്. അതുപോലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ട് എന്ത് കാര്യം, ഏത് ജനങ്ങളെ സേവിക്കാനാണ്? എങ്ങനെയുള്ള ജനങ്ങളെ സേവിക്കാൻ, എങ്ങനെ സേവിക്കാൻ പറ്റും പറ? ഇന്ന് ജനങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പറ്റാത്ത ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ട് എന്ത് നേടാനാണ്? വേറെ ജോലിയില്ലേ നിങ്ങൾക്ക്?